ഈശോമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28, 29 വാക്യങ്ങളില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. ആശ്വാസദായകനായ യേശുനാഥൻ തരുന്ന ഓഫർ വളരെ പരിമിതമാണ്, ലിമിറ്റഡ് ഓഫറാണ്. ആശ്വസിപ്പിക്കപ്പെടുന്നത് അധ്വാനിക്കുന്നതും ഭാരം വഹിക്കുന്നതുമായിട്ടുള്ള ഓരോരുത്തരുമാണ്. ഇനി അധ്വാനം മാത്രം പോരാ, ഭാരം വഹിച്ചാൽ മാത്രം പോരാ, അത് ചെയ്തുകൊണ്ട് യേശുവിങ്കിലേക്ക് ചെല്ലേണ്ടതുണ്ട്. ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്, പ്രാർത്ഥനയിലൂടെ അതിനോടൊപ്പം ഉപവാസത്തിലൂടെയൊക്കെ ദൈവത്തിൻ്റെ ആശ്വാസം നമുക്ക് ലഭ്യമാകുമെന്ന്. എന്നാൽ വചനം പറയുന്നത് അധ്വാനിക്കുകയും വേണം, ഭാരം ചുമക്കുകയും വേണം, യേശുവിനോട് ഒപ്പമായിരിക്കുകയും വേണം എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: മാർത്ത ആവശ്യപ്പെടുകയാണ് തൻ്റെ സഹോദരിയായ മറിയത്തെ തന്നെ സഹായിക്കുവാനായിട്ട് പറഞ്ഞയച്ചാലും എന്ന്. അപ്പോൾ യേശുനാഥൻ കൊടുക്കുന്ന ഉത്തരം ഇപ്രകാരമാണ്: മാർത്ത, മാർത്ത, നീ പല കാര്യങ്ങളില് ഉത്കണ്ഠയും അതുപോലെ തന്നെ നീ അസ്വസ്ഥയാണ്. കാരണം അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ. എന്നാൽ ഇവൾ ഉത്തമ ഭാഗമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഇതെല്ലാം നീ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നീ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിനക്ക് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനേക്കാളും ഉപരിയായിട്ട് ഞാൻ നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ എൻ്റെ സ്നേഹം നീ അനുഭവിച്ചറിയുകയാണ് വേണ്ടത് എന്ന്. അതിനർത്ഥം മറിയം ഇതുവരെ ജോലി ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, മറിച്ചോ അവളും വളരെ പ്രതീക്ഷയോടുകൂടെ യേശുനാഥനെ കാത്തിരുന്നു. ആ പ്രതീക്ഷ സഫലമണഞ്ഞപ്പോൾ അവള് ആ പ്രതീക്ഷയോട് ചേർന്ന് യേശുവിനോട് ചേർന്ന് ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നമ്മളും നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തിൻ്റെ ആശ്വാസം കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും അധ്വാനവും പരിശ്രമവും ഒപ്പം പ്രാർത്ഥനാ ജീവിതവും വേണം. യേശുവിങ്കിലേക്ക് എത്തിച്ചേരുകയും വേണം. അങ്ങനെയായിരുന്നാൽ മാത്രമേ അവൻ നൽകുന്ന ആശ്വാസം നമുക്ക് ലഭിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു ദൈവിക ആശ്വാസം, ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.